ഒരു കഷ്ണം പൊറോട്ട ചപ്പാത്തി എടുത്ത് പെപ്പർ ചിക്കനെ കൂട്ടി ഒന്ന് അടിച്ചാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ചിക്കൻ കൊണ്ട് എന്തെല്ലാം റെസിപ്പിയാണ്, അതിലൊരു ഐറ്റായ പെപ്പർ ചിക്കൻ ഒന്ന് ട്രൈ ചെയ്തൊക്കെ വിചാരിച്ച്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് സഹകരിക്കുക. എന്നാൽ പിന്നെ നേരെ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാം. അപ്പോൾ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ചിക്കൻ എടുത്ത് നന്നായി ഒന്ന് കഴുകിയെടുക്കുക. ഒരു മൺചട്ടി എടുത്ത് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചതച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കട്ട് ചെയ്ത് പച്ചമുളകും കറിവേപ്പിലും ആഡ് ചെയ്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കുന്ന ഐറ്റം ഭൂരിഭാഗം പേർക്കും അറിയണമെന്നാണ്. എത്ര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതാണ്. അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച വലിയുള്ളി ആവശ്യത്തിന് ഉപ്പിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി വഴന്നു വന്നതിന് ശേഷം അതിലോട്ട് കട്ട് ചെയ്ത് വെച്ച തക്കാളി ആഡ് ചെയ്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ല പഴുത്ത തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തിടുന്നതാണ് ബെറ്റർ. അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ ചിക്കൻ അതിലോട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ ഒന്ന് 1/2 മണിക്കൂർ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്താൽ കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. 2 ചപ്പാത്തി കണ്ട് ചുട്ടെടുത്ത് ഒരു പ്ലേറ്റ് കണ്ടിട്ട് അതിന് മുകളിൽ നമ്മളെ പെപ്പർ ചിക്കൻ ആണ്ട് വെക്കുക. എന്നിട്ട് ഒരു പീസ് ചപ്പാത്തി എടുത്ത് ഒരു പീസ് ചിക്കൻ ആണ്ട് കവർ ചെയ്ത് പിടിച്ച് കഴിച്ചു വെക്കുക. അടിപൊളിയാണ്. പൊറോട്ടയിലാണെങ്കിൽ കിടക്കും. അന്തസ് എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ ഐറ്റം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രസൻറ്റേഷൻ, എൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടി. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഈ വീഡിയോസിൽ ഞാൻ 1 മിനിറ്റ് താഴെയാക്കിയിട്ട് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലാകുമ്പോൾ പെട്ടെന്ന് കണ്ടു തീർക്കും ചെയ്യാം. ഇത്ര ലെങ്തി ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് എല്ലാവരിലോട്ട് എത്തിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഫുഡ് റിലേറ്റഡ് വീഡിയോസാണ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫുഡ് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഫ്രം ഫുഡ് വാർഡ് കോർണർ.